നടുവേദന എന്ന് പറഞ്ഞത് ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ സാധാരണയായി കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ്. സാധാരണയായി എന്തുകൊണ്ടാണ് നടുവേദന വരുന്നത്? ഇതിൻ്റെ ഒരു കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ സർ? പ്രധാനമായിട്ടും നടുവേദനയുടെ കാരണങ്ങൾ നമുക്ക് ഒന്ന് പ്രായത്തിൻ്റെ അനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. മറ്റേത് അടുത്തായിട്ട് കുറച്ച് ഡിസീസുകളുടെ പേരിൽ ആദ്യമായിട്ട് നമ്മൾ കുട്ടികൾ കാണുന്ന നടുവേദന പ്രധാനമായിട്ടും സ്പോണ്ടൈലോലിസ്തസിസ്, അതായത് എല്ലുകളുടെ വളർച്ച ശരിയാകാത്തതുകൊണ്ട് വരുന്ന നടുവേദനകളുണ്ട്. പിന്നെ കുറച്ചുകൂടെ പ്രായം കൂടുമ്പോൾ ബിറ്റ്വീൻ ഒരു 20 to 40 years ബേസിക് കോസ് എന്ന് പറയുന്നത് ഡിസ്കിൻ്റെ തകരാറുകളാണ്. നടുവേദനയ്ക്ക് ഒരു കാരണം ഡിസ്കിൻ്റെ തകരാറുകളാണ്. അതിനുശേഷം കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ വരുന്നത് അതിൻ്റെ തേയ്മാനം കൊണ്ട്, നടുവിൻ്റെ നട്ടെല്ലുകൾക്ക് സംഭവിക്കുന്ന തേയ്മാനം കൊണ്ട് വരുന്ന വേദനകളാണ്. അതിനെ നമ്മൾ പ്രധാനമായിട്ടും ലംബാർ ഡീജനറേറ്റീവ് ഡിസ്ക് ഡിസീസ്, അതായത് തേയ്മാനം കൊണ്ടുണ്ടാകുന്ന വേദനകൾ. കുറച്ചുകൂടെ ഏജ് റിലേറ്റഡായി വരുമ്പോൾ സംഭവിക്കുന്നത് ഓസ്റ്റിയോപൊറോസിസ്, അതായത് എല്ലുകൾക്ക് ആവശ്യത്തിന് മിനറലൈസേഷൻ, കാൽസ്യം ഫോസ്ഫറസ് ഡെപ്പോസിറ്റ് ഇല്ലാത്തതുകൊണ്ട് എല്ലുകൾക്ക് വരുന്ന മാറ്റങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന വേദനകളാണ്. അത് മെയിനായിട്ട് ഓസ്റ്റിയോപൊറോട്ടിക് റിലേറ്റഡ് ഫ്രാക്ചറുകളാണ് ഇതിൻ്റെ മെയിൻ കോസ്. ഇതാണ് ഒരു ഏജ് റിലേറ്റഡ്. പിന്നെ മെക്കാനിക്കൽ ബാക്ക് ഏക്കുകൾ, അതായത് ഈ ഒക്യുപ്പേഷൻ റിലേറ്റഡ് നടുവേദനകളുണ്ട്. ഹെവി ആയിട്ട് ജോലി ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ഒരുപാട് 2 വീലർ യാത്ര ചെയ്യുന്നവർ, ഇവർക്കൊക്കെ സ്വാഭാവികമായിട്ടും അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള വേദനകൾ നടുവിന് വരാം. ഇതാണൊരു ജനറൽ ക്ലാസിഫിക്കേഷൻ നടുവേദനയ്ക്ക്. ഓക്കെ സാർ, ഇപ്പോൾ പറഞ്ഞു കുട്ടികളിൽ കാണപ്പെടുന്ന നടുവേദനയെക്കുറിച്ച്. അതിനുള്ള ഒരു ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ് സാർ? പ്രധാനമായിട്ടും ചികിത്സാ മാർഗങ്ങൾ നടുവേദനയ്ക്കുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇപ്പോൾ എന്ത് വേദനയായാലും അതിനുള്ള ആവശ്യമായ ടെസ്റ്റുകൾ ചെയ്ത് കാരണം കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമുക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ. നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്നത് ഈ പറഞ്ഞ പോലെ ലിസ്റ്റസ് സംബന്ധമായ, അതായത് വേദനകളാണ്. പിന്നെ ഉള്ളത് ചിലർക്ക് ട്യൂമർ, വളരെ റയറായിട്ടുള്ള ട്യൂമറുകൾ കൊണ്ട് നടുവേദന ഉണ്ടാവാറുണ്ട്. അതുകൂടാതെ നമ്മുടെ നടുവിൻ്റെ പുറകിലത്തെ ഭാഗം അത് ശരിയായ വളർച്ച പ്രാപിക്കാതെ വരുന്നൊരു പ്രശ്നം കൊണ്ടും ഈ കുട്ടികൾക്ക് നടുവേദന ഉണ്ടാവും. ഇതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പ്രധാനമായിട്ട് അതിനെ പരിശോധന നടത്തി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ബേസിക്കായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ എക്സ്റേ, MRI തുടങ്ങിയ പരിശോധനകളാണ്. ഇതിൽ നിന്നും വേദനയുടെ കാരണങ്ങൾ കണ്ടുപിടിക്കാം. അതാവശ്യമെങ്കിൽ സർജറിയോ അല്ലാതെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കുകയും ചെയ്യാം. സാധാരണ കുട്ടികൾക്ക് വളരെ അപൂർവമായിട്ട് ശസ്ത്രക്രിയയുടെ ആവശ്യം വരാറുള്ളൂ. ഇത് വളരും തോറും പലർക്കും വേദന മാറാറുണ്ട്. സർജറി ഇല്ലാതെ ഇതിന് എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് സർ സാധാരണയായിട്ട് ചെയ്യുന്നത്? ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് ഫിസിയോതെറാപ്പി, മസിൽ സ്ട്രെങ്തൻ എക്സസൈസ്, പ്രധാനമായിട്ടും ബാക്ക് മസിൽ, അബ്ഡോമൻ മസിൽ സ്ട്രെങ്തൻ എക്സസൈസ്. അതുപോലെ വല്ലപ്പോഴും കഴിക്കുന്ന മരുന്നുകൾ സ്ഥിരമായിട്ട് നമ്മൾ കൊടുക്കാറില്ല. വേദന കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള മരുന്നുകൾ. പിന്നെ ട്രാക്ഷൻ, നമ്മൾ പെൽവിക് ട്രാക്ഷൻ, അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചെയ്യുന്നൊരു ചികിത്സയാണ്. അരയിലൊരു ബെൽറ്റ് കെട്ടി അതിലേക്ക് ചെറിയ ഭാരം തൂക്കി കുറച്ച് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ വേദന കുറയുന്നതനുസരിച്ച് കൂടുതൽ മൊബിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് സാധാരണ ഇതൊന്നും ആവശ്യമായി വരാറില്ല. ബേസിക്കലി നമ്മൾ റീഅഷുറൻസ്, അതായത് ഇത് അവർ പ്രധാനമായിട്ടും പേരൻസ് വളരെ ആൻസൈറ്റിയോടെയാണ് വരുന്നത്, എന്താണ് ഇങ്ങനെ നടുവേദന വരുന്നുള്ളത്. അപ്പോൾ നമ്മളവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി റീഅഷുറൻസ് ചെയ്ത് കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവർക്കും ഹാപ്പിയായിട്ട് പോകാറുമുണ്ട്. കുട്ടികൾക്ക് വളരെ അപൂർവമായിട്ട് നടുവിൻ്റെ ശസ്ത്രക്രിയ ആവശ്യം വരാറുള്ളൂ. മിക്കവാറും കുട്ടികൾക്ക് ആവശ്യമായി വരുന്ന ശസ്ത്രക്രിയ ഡീഫോമിറ്റിക്കാണ്, അതായത് സ്കോളിയോസിസ്, നടുവിൻ്റെ വളവുകൾ, അല്ലെങ്കിൽ കൈഫോസിസ്, ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ശസ്ത്രക്രിയ ആവശ്യമായി വരാറുള്ളത്. ഇത് പ്രധാനമായിട്ട് ഡീഫോമിറ്റി വരാനുള്ള കാരണം, ഇപ്പോൾ സ്കോളിയോസിസ് എന്ന് പറയുന്നത് ശരിക്കൊരു പ്രത്യേകിച്ച് അതിനൊരു കാരണം കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പെൺകുട്ടികളാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. പ്രത്യേകിച്ചും പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുന്ന സമയത്ത്, ആ സമയത്താണ് ഈ സ്കോളിയോസിൻ്റെ കർവ് ഏറ്റവും കൂടുതൽ പ്രൊമിനൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം നമുക്ക് വീടുകളിൽ തന്നെ നമുക്ക് എക്സാമിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ സ്കോളിയോസിസ് സ്ക്രീനിങ് എന്ന് പറഞ്ഞൊരു സ്കൂൾ പ്രോഗ്രാം തന്നെ ഉണ്ട്. നമ്മുടെ ഇവിടെ ഒന്നും അത്ര ആക്റ്റീവായിട്ടില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികളെ എക്സാമിൻ ചെയ്യാൻ പറ്റും. ജസ്റ്റ് എപ്പോഴെങ്കിലും കുളിപ്പിക്കുമ്പോൾ, എപ്പോഴെങ്കിലും ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് പുറകിൽ കൊടുന്ന് വിരലോടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നട്ടലിന് വളവുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അതാണ് സ്ക്രീനിങ് പ്രോഗ്രാം. ഇത് സ്കോളിയോസ് ഒരു കുറച്ച് ഡിവിഷൻ ഉണ്ട്, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന രീതിയിലാണ് സാധാരണ പോകുന്നത്. അപ്പോൾ ഒരു സിവിയർ സ്കോളിയോസ് എന്ന് പറയുമ്പോൾ ഒരു മോർ ദാൻ 45 ഡിഗ്രി കർവ്, അതൊരു മെഷർമെൻ്റാണ്. അതിൻ്റെ മുകളിൽ പോകുമ്പോഴേ നമ്മൾ ശസ്ത്രക്രിയ അഡ്വൈസ് ചെയ്യാറുള്ളൂ. ശസ്ത്രക്രിയ കുറച്ച് എക്സ്റ്റെൻസീവ് ശസ്ത്രക്രിയയാണ്, കുറച്ച് കോസ്റ്റ്ലിയാണ്, അതുപോലെ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡുമാണ്.
അപ്പോൾ നമ്മൾ സ്ക്രീനിങ് ഉണ്ടെങ്കിൽ ആദ്യത്തെ കുറേ സ്റ്റേജ്, അതായത് ഒരു പ്രായപൂർത്തിയാവുന്നവരെ നമ്മൾ ബ്രേസ് കൊടുക്കാറുണ്ട്. എന്നാലും ബ്രേസിൽ പോലും ഈ കർവ് ചിലപ്പോൾ വളരെ കൂടാറുണ്ട്. അപ്പോഴാണ് നമ്മൾ ശസ്ത്രക്രിയ അഡ്വൈസ് ചെയ്യുന്നത്. ശസ്ത്രക്രിയ കൊണ്ട് ആ കർവ് നമുക്ക് നിവർത്തി പഴയതുപോലെ ആക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കൈഫോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നോട്ടുള്ള വളവാണ്. ഈ മറ്റേ സ്കോളിയോസ് ഒരു സൈഡിലേക്കാണെങ്കിൽ കൈഫോസ് നമ്മൾ നേരെ മുമ്പിലേക്ക് വളഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. അത് പ്രധാനമായിട്ടും നമുക്ക് ജന്മനാ തന്നെ നട്ടലിലുള്ള തകരാറുകൾ കൊണ്ട് വരുന്നൊരു പ്രശ്നമാണ് ഈ കൈഫോസിസ്. അതും നമുക്ക് ഈ പറഞ്ഞ പോലെ ശസ്ത്രക്രിയയാണ്. അതിൻ്റെ ഒരുപാട് അതിനൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ ശസ്ത്രക്രിയ കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡോക്ടർ ഇപ്പോൾ സ്കോളിയോസിസിനെ പറ്റി പറഞ്ഞു. ഇതിനകത്തൊരു നേരത്തെ ഉള്ളൊരു രോഗനിർണയം, അതിന് ഇതിനകത്തൊരു പങ്കുണ്ടോ ഡോക്ടർ? ആണ്. സ്ക്രീനിങ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. അതാണ് ഞാൻ പറഞ്ഞപ്പോൾ വിദേശ രാജ്യങ്ങളൊക്കെ സ്കോളിയോസിസ് സ്ക്രീനിങ് പ്രോഗ്രാം ഉണ്ട് സ്കൂൾ ഹെൽത്തിൽ. നമ്മുടെ ഇവിടെ അത്ര ആക്റ്റീവ് അല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ പറഞ്ഞ പോലെ വീടുകളിൽ തന്നെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ആ കർവ് ഒരുപാട് വലുതാകുന്നതിന് മുമ്പ് നമുക്ക് ഫ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഈ കർവ് ചെറുതാണെങ്കിലും നമ്മൾ മോണിറ്റർ ചെയ്യാൻ ചെയ്യുന്നത്, സീരിയൽ മോണിറ്ററിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 6 months കൂടുമ്പോൾ എക്സ്റേ എടുത്ത് നോക്കുന്നു. ഇൻ കേസ് കർവ് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സ്റ്റെബിലൈസ് ഇറ്റ്, ഫ്യൂസ് ഇറ്റ്. അപ്പോൾ അതാ പറഞ്ഞ എയർലി സ്ക്രീനിങ് ആണെങ്കിൽ നമുക്ക് ശസ്ത്രക്രിയ അത്രത്തോളം കോംപ്ലിക്കേറ്റ് അല്ലാതെ തന്നെ നമുക്കിത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്കോളിയോസിസിന്റെ ഒരു പ്രധാന ലക്ഷണം നടുവേദന തന്നെയാണോ? സ്കോളിയോസിന് ആക്ച്വലി വേദന ഉണ്ടാവാറില്ല. നമ്മൾ വേദന വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. നമ്മൾ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് യൂഷ്വലി ഇവരിപ്പോൾ ഒരു അഡൽട്ട് ചൈൽഡ്ഹുഡ് കഴിഞ്ഞ് കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ഫ്രണ്ട്സ് പറഞ്ഞാണ് മിക്കവാറും ഒരു കാര്യം, നടപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വരിക, ഒരു ഷോൾഡറിന് ചെറിയൊരു ചെരിവ്, രണ്ട് ഷോൾഡറും ലെവലിലായിരിക്കില്ല, ഏതെങ്കിലും ഒരു ഷോൾഡർ കുറച്ച് താഴ്ന്നായിരിക്കും. അതുപോലെ ടൈറ്റായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഒരു ഡിഫോമിറ്റി പോലെ തോന്നും. അപ്പോൾ പ്രധാനമായിട്ട് ഇവർ കണ്ടുവരുന്നത് ഈ കോളേജിലൊക്കെ എത്തുമ്പോഴേക്കും ഫ്രണ്ട്സൊക്കെ പറഞ്ഞാണ് മിക്കവരും ഇത് അറിയുന്നത് തന്നെ, നടപ്പിലെന്തോ പ്രശ്നമുണ്ടല്ലോ. ഇത് തന്നെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാവുന്നുള്ളൂ. അതാ പറഞ്ഞ വീട്ടിൽ പാരൻസ് നോക്കുകയാണെങ്കിൽ ഇവർക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ. ഈ സ്കോളിയോസിസ് ഒരു കൃത്യസമയത്ത് ഒരു ചികിത്സ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനെന്ത് ഒരു കോംപ്ലിക്കേഷൻസ് എന്തായിരിക്കും ഉണ്ടാവുന്നത്? ബേസിക്കലി അക്കോർഡിംഗ് ടു ടെക്സ്റ്റ് ബുക്സ് ഇത് ബേസിക്കലി ഒരു കോസ്മെറ്റിക് പ്രോബ്ലം പോലെയാണ് കണ്ടുവരുന്നത്, കോസ്മെറ്റിക് വിഭാഗത്തിൽപ്പെടുന്നതാണ്. പക്ഷേ അതിനുപരി ഒരു സിവിയർ സ്കോളിയോസിലൊക്കെ ലങ്സ് കോംപ്രമൈസ്ഡ് ആവും. നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കോംപ്രമൈസ്ഡ് ആവുന്നുണ്ട്. ചൈൽഡ്ഹുഡിൽ തന്നെ ഈ ലങ്സിൻ്റെ ആൽവിയോളെ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതൊന്നും പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരാറുണ്ട്. പക്ഷേ ഇത് ബേസിക്കലി ഒരു കോസ്മെറ്റിക് പ്രോബ്ലം തന്നെയാണ്. പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കായതുകൊണ്ടും അവർക്കൊരു സൊസൈറ്റിയിൽ ഇടപെടാനുള്ളൊരു ബുദ്ധിമുട്ടും ഇതൊക്കെ ഉണ്ട്. ചെറിയ കർവുകൾക്കൊന്നും അത്ര പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ ഒരു വലിയ കർവാകുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് ഒരു കോസ്മെറ്റിക് പ്രോബ്ലം ആയിട്ടാണ് ബേസിക്കലി കണ്ടുവരുന്നത്. പക്ഷേ ചിലപ്പോൾ ഭാവിയിൽ നടുവേദന ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ലങ്സിൻ്റെ പ്രശ്നമൊന്നും അത്ര ഒരു സിവിയർ ആയിട്ടുണ്ടാവില്ലെങ്കിലും വളരെ അപൂർവ ആൾക്കാർക്ക് ലങ്സ് കോംപ്രമൈസ്ഡ് ആവാറുണ്ട്. ഇത്രയൊക്കെയാണ് അതിൽ നമ്മളൊരു കോസ്മെറ്റിക്കിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു പ്രശ്നങ്ങൾ വരുന്നത്. ബേസിക്കലി സ്കോളിയോസ് ഒരു കോസ്മെറ്റിക് പ്രോബ്ലം തന്നെയാണ്. ഡോക്ടർ ആദ്യം പറഞ്ഞു ഡിസ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റി. സാധാരണ ഈ ഡിസ്ക് തകരാറുകൾ ആർക്കാണ് കാണപ്പെടുന്നത്? ഡിസ്ക് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പിലാണ്. നമ്മുടെ ഒരു വിശ്വാസം ഇത് കൂടുതലും വയസ്സായ ആൾക്കാരിലാണ്. പക്ഷേ ഡിസ്കിൻ്റെ ഇഷ്യൂ കൂടുതലും കാണുന്ന ഒരു 20 to 40 yearsലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ഒരുപാട് ബൈക്ക് യൂസ് ചെയ്യുക, എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസ് ഓവറായിട്ട് ചെയ്യുക, അതുപോലെ വെയ്റ്റ് ലിഫ്റ്റിംഗ്. ഇതുകൊണ്ട് തന്നെ ഡിസ്ക് പ്രൊലാപ്സ് വരാറുണ്ട്. ഇതൊന്നുമില്ലാതെയും ചിലർക്ക് ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടാവാറുണ്ട്. അതിന് പ്രത്യേകിച്ച് പിന്നെ ജെനറ്റിക്കായിട്ട് ഫാമിലിയിൽ ഒരാൾക്കുണ്ടെങ്കിൽ ഇത് കോമൺ ആണ്. അടുത്ത ജനറേഷന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഡിസ്ക് പ്രോബ്ലത്തിൻ്റെ മെയിൻ പ്രശ്നം ബാക്ക് പെയിൻ മാത്രമല്ല, കൂടാതെ കാലിലേക്കും വേദന വ്യാപിക്കാറുണ്ട് ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട്. ബാക്ക് പെയിൻ ഒന്നാണ്. രണ്ടാമത്തെ ഒരു ഇഷ്യൂ കാലിലേക്ക് വരുന്ന ഞരമ്പുകൾ, അതായത് സ്പൈനൽ കോഡിൽ നിന്ന് നമ്മുടെ കാലുകളിലേക്ക് വരുന്ന ഞരമ്പുകൾക്ക് ഈ ഡിസ്ക് ഒന്ന് അമർന്നിരിക്കുന്നുണ്ടാകുന്ന ലക്ഷണങ്ങൾ. അത് പ്രത്യേകിച്ചും മരവിപ്പ്, കട്ടുകഴപ്പ്, അതുപോലെ കാലിലേക്ക് ഒരു ഡ്രാഗിങ് പെയിൻ, ഇതുപോലുള്ള സിംറ്റംസ് ആയിട്ടാണ് മിക്കവരും വരുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ടൊരു പെയിൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇറ്റ്സ് എ ഡിസ്കംഫർട്ട് ഫോർ ദം. അവർക്ക് തന്നെ പറയാൻ പറ്റില്ല ഇതെന്താണ് പ്രശ്നം എന്നുള്ളത്. അവർ കാലിന് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ എന്ന രീതിയിലാണ് വരുന്നത്. ഈ ഡിസ്ക് തകരാറിന് സാധാരണയായിട്ട് എല്ലാ കേസിലും ഒരു സർജറി ആവശ്യം വരാറുണ്ടോ ഡോക്ടർ? ഇല്ല, എല്ലാ ഡിസ്ക് കേസിനും സർജറിയുടെ ആവശ്യം വരാറില്ല. ഇപ്പോൾ നമ്മളൊരു പേഷ്യൻ്റ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസർവേറ്റീവ്, അത് മെഡിക്കൽ മാനേജ്മെൻറ്റ് ചെയ്യാറുണ്ട്. മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് റെസ്റ്റ്, പറഞ്ഞ പോലെ ട്രാക്ഷൻ, മരുന്നുകൾ,
ഇത് കൊടുത്ത് നോക്കാറുണ്ട്. സാധാരണ യൂഷ്വലി ചെയ്യുന്ന ഒരു 6 ആഴ്ചത്തെ ട്രയലാണ് നമ്മൾ കൺസർവേറ്റീവ് മാനേജ് എന്ന് പറയുന്നത്. വിത്ത് റെസ്റ്റ്, മെഡിസിൻ. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് നമ്മൾ ചെയ്യാറില്ല. ആദ്യത്തെ പെയിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അനുസരിച്ചാണ്. പെയിൻ കൂടിയ സമയത്ത് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നെ പതുക്കെ അത് ആളെ മൊബിലൈസ് ചെയ്യുക ചെയ്യുന്നത് പേഷ്യൻറ്റിനെ. അപ്പോൾ ആസ് സൂൺ ആസ് പേഷ്യൻ്റ് ഈസ് കംഫർട്ടബിൾ നമ്മൾ ഒരു ബാക്ക് ടു ആക്ടിവിറ്റീസിലേക്ക് എൻകറേജ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് ഈ 6 ആഴ്ചത്തെ ട്രയൽ എന്ന് പറയുമ്പോൾ കുറച്ച് മരുന്നുകളുണ്ട്. പിന്നെ അവരുടെ അടുത്ത് അതുപോലെ 2 വീലറിലെ യാത്ര, ഹെവി ആക്ടിവിറ്റീസ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് ചിലർക്ക് ഈ പെയിൻ ക്രോണിക്കായിട്ട് നിൽക്കാറുണ്ട്. അതായത് നമ്മൾ ഇതൊക്കെ ചെയ്താലും ഒരു 3 മാസത്തിൽ കൂടുതൽ പെയിൻ നിൽക്കുക, അതുപോലെ കാലിലേക്ക് ശക്തിയായ മരവിപ്പ് വരിക, ബലക്കുറവുണ്ടാവുക. ഈ അവസരത്തിലൊക്കെയാണ് നമ്മൾ ഒരു എമർജൻസി ആയിട്ട് സർജറി എന്ന് പറയുന്ന ലക്ഷണം. എമർജൻസി ആയിട്ട് സർജറി പറയുന്ന കാരണങ്ങൾ ഒന്ന്, നമ്മൾ ഈ മെഡിക്കൽ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് കൊടുക്കുമ്പോഴും ലക്ഷണങ്ങൾ നിൽക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് കൂടി വരിക, അതുപോലെ കാലിലേക്ക് ബലക്കുറവുണ്ടാവുക, അതുപോലെ അറിയാതെ മൂത്രം അറിയാതെ പോവുക, ബ്ലാഡർ ഇൻകോണ്ടിനൻസ്. ഈ ഒരു അവസ്ഥയൊക്കെ എമർജൻസി തന്നെയാണ്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു എമർജൻസി സർജറിയിലോട്ട് നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ ഒരു റിസ്ക് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ രോഗികൾക്കും ഈ ഒരു എമർജൻസി സർജറി ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഏതൊക്കെ ഒരു കണ്ടീഷൻസ് ആണ് അതിന് നോക്കുന്നത്? എമർജൻസി സർജറിക്ക് എപ്പോഴും അതിൻ്റെ റിസ്ക് ഉണ്ട്. നമ്മളൊരു എലക്റ്റീവ് സർജറിയിൽ നിന്ന് എമർജൻസി സർജറിയിൽ നിന്നും 2 വ്യത്യാസമാണ്. എമർജൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡൺ ആസ് എമർജൻസി പ്രൊസീജിയർ. അപ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ട്. പേഷ്യൻ്റെ മെഡിക്കൽ കണ്ടീഷനൊന്നും ചിലപ്പോൾ നമുക്ക് അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റില്ല. പലർക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഡയബറ്റിക് ആണ്, വേറെ കാർഡിയാക് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ എമർജൻസി സിറ്റുവേഷൻ നമുക്ക് ഇതിനൊന്നും ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് സർജറി ചെയ്യാൻ പറ്റില്ല. അതാണ് സർജറി എപ്പോഴും ചെയ്യുന്ന എമർജൻസി ആയാലും ഇലക്റ്റീവ് ആയാലും സെയിം പ്രൊസീജിയർ തന്നെ. നമ്മൾ വി ആർ ഡീകംപ്രസിങ് ദി നെയർ റൂട്ട്. നമ്മൾ ഡിസ്ക് സ്പേസിലേക്ക് പോയിട്ട് ഈ അമർന്നിരിക്കുന്ന ഞരമ്പിനെ ഫ്രീ ആക്കി വിടുന്നൊരു ശസ്ത്രക്രിയയാണ് ചെയ്യുന്നത്. അതിപ്പോൾ എമർജൻസി ആയാലും എലക്റ്റീവ് ആയാലും. പക്ഷേ എമർജൻസി ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പേഷ്യൻ്റെ ബാക്കിയുള്ള മെഡിക്കൽ കണ്ടീഷൻ, ഈ പറഞ്ഞ പോലെ കാർഡിയാക് പ്രോബ്ലം, ചിലപ്പോൾ കിഡ്നി ഫംഗ്ഷൻ്റെ പ്രശ്നങ്ങൾ, ഇതൊന്നും നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് നമുക്ക് ചെയ്യാനുള്ള സമയമില്ല. അതാണ് ഇത് തമ്മിൽ വ്യത്യാസം. സാധാരണ ഇങ്ങനെ ഒരു മേജർ സർജറിക്ക് ശേഷം ഈ രോഗി എത്ര നാളൊരു വിശ്രമം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്ര നാളത്തേക്കാണ് വേണ്ടത്? സ്പൈൻലെസ് സർജറികൾ നമുക്ക് 2 രീതിയിൽ തിരിക്കാം. ബേസിക്കലി ഒന്ന് ഡീകംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഞരമ്പിനെ, നമ്മൾ അമർന്നിരിക്കുന്ന സാധനങ്ങളിൽ നിന്നും ഞരമ്പെന്ന് പറയുമ്പോൾ ഞരമ്പെന്ന് പറഞ്ഞാൽ നെർവാണ് ശരിക്കും. നമ്മൾ രക്തക്കുഴലോ അല്ലെങ്കിൽ ടെൻഡനോ അല്ല, നെയർ റൂട്ട്.